ആകാശം നിറയെ നക്ഷത്രങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദര രാത്രി. നിങ്ങൾ ആ ഏകാന്തത ആസ്വദിച്ചു നിൽക്കുകയാണ്. നിങ്ങൾ അന്ന് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി നിന്ന് ഇങ്ങനെ ചിന്തിച്ചില്ലേ, ഈ ലോകത്തിൽ വന്നു ജനിക്കുന്നതിനു മുൻപ് ഞാൻ എവിടെയായിരുന്നു? മനുഷ്യനായി പിറവിയെടുക്കും മുൻപ് ഞാൻ എവിടെയായിരുന്നു? അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളും മുൻപ് ഞാനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓർത്തെടുക്കാൻ സാധിക്കാത്ത ഒരു പൂർവ്വകാലം എനിക്കുണ്ടായിരുന്നു. അന്നും ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുമോ? ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരെ അലട്ടുന്ന ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പുരാതന മതങ്ങളിലൂടെയും ബുദ്ധിമാന്മാരായ തത്വചിന്തകരിലൂടെയും മൗനത്തിൽ ജീവിച്ച് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം തിരിഞ്ഞ സത്യാന്വേഷകരിലൂടെയും നമുക്ക് നീങ്ങാം. നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന വലിയ ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് നാം തിരയുന്നത്. ഈശ്വരാന്വേഷികൾക്കും സത്യാന്വേഷികൾക്കും ഒരേപോലെ പ്രയോജനപ്പെടുന്ന ഈ വീഡിയോയുടെ അവസാനം ഈ വിഷയത്തെക്കുറിച്ച് ശാസ്ത്രം എന്താണ് പറയുന്നത് എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല, അതുപോലെ നീയും മറ്റുള്ളവരും എന്നും ഉണ്ടായിരുന്നു. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന പ്രധാന പ്രപഞ്ച രഹസ്യമാണ് ഇത്. നമ്മൾ ഇല്ലാതിരുന്ന കാലം ഉണ്ടായിട്ടേയില്ല എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. ശരീരം ഉണ്ടാവുന്നു, പിന്നീടത് ഇല്ലാതാകുന്നു. പക്ഷേ ഒരിക്കലും ആത്മാവ് ഇല്ലാതാവുന്നില്ല. അത് നിത്യമാണ്. അത് ഒരിക്കലും ജനിച്ചിട്ടില്ല, മരിക്കുകയുമില്ല. ഇതാണ് ഹിന്ദുമത വിശ്വാസം. ഒരു മനുഷ്യൻ പഴകിയ വസ്ത്രങ്ങൾ മാറ്റി പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതുപോലെ ആത്മാവ് ശരീരങ്ങൾ മാറ്റുന്നുവെന്ന് ഭഗവത്ഗീത പറയുന്നു. ജ്ഞാനപാനയിൽ പൂന്താനം പാടുന്ന ഈ വരികൾ ഓർക്കുക. നീ ഈ പ്രപഞ്ചത്തിൽ ജനിക്കും മുൻപ് നിനക്ക് മുന്നിൽ ആയിരക്കണക്കിന് ജന്മങ്ങൾ ഉണ്ടായിരുന്നു. ഈ ജന്മത്തിനു മുൻപ് നീ മറ്റു പലതുമായിരുന്നു. പുഴുവോ പൂമ്പാറ്റയോ മരമോ പുൽക്കൊടി പോലുമോ ആവാം. അതു ചിലപ്പോൾ ഭൂമിയല്ലാതെയുള്ള വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ പോലുമാവാം. ഈ ജന്മം നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയിലെ ഒരു അധ്യായം മാത്രമാണെന്ന് ഹിന്ദുമതം പറയുന്നു. നിത്യസത്യത്തെ അറിഞ്ഞ് അതുതന്നെയായി മാറുന്നതുവരെ ഈ യാത്ര തുടരുക തന്നെ ചെയ്യും. ക്രിസ്തുമതത്തിൽ കഥ വ്യത്യസ്തമാണ്. ജനനത്തിനു മുൻപുള്ള പൂർവ്വകാലത്തെക്കുറിച്ച് ബൈബിളിലെ പഴയ നിയമപുസ്തകങ്ങളിലൊന്നിൽ ഇങ്ങനെ പറയുന്നു: നീ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്നതിനു മുൻപു തന്നെ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ ഈ ബൈബിൾ വചനം പറയുന്നത് മുൻ ജന്മങ്ങളെപ്പറ്റിയല്ല എന്നാണ് ക്രിസ്തുമത പണ്ഡിതർ വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ പഴയ ജന്മത്തിൽ നിന്ന് പുനർനിർമ്മിക്കപ്പെട്ടത് അല്ലെന്നും ദൈവം രൂപം കൊടുക്കുന്ന പുതിയ ആത്മാവാണ് ഭൂമിയിലേക്ക് വരുന്നതെന്നും ക്രിസ്തുമതം വിശ്വസിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശു പറയുന്ന ഒരു വചനം പൂർവ്വജന്മങ്ങളുണ്ട് എന്നതിന് സൂചനയായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. യേശു എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാകാതിരുന്ന യഹൂദ പുരോഹിതനായ നിക്കോദീമോസ് യേശുവിനോട് ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചു. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതെ നീ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ് യേശു അപ്പോൾ പറഞ്ഞത്. ആത്മാവാൽ വീണ്ടും ജനിക്കണം എന്നാണ് യേശുവിന്റെ വിശദീകരണം. ഹിന്ദുമത വിശ്വാസത്തിന് തുല്യമായ പുനർജന്മത്തിന്റെ സൂചനയാണ് ഇത് എന്ന് വാദമുണ്ട്. എന്നാൽ പാപത്തിൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരുവൻ ആത്മീയമായി പുതിയൊരു മനുഷ്യനായി മാറുന്നതിനെപ്പറ്റിയാണ് യേശു പറഞ്ഞത് എന്ന് ക്രിസ്തുമതം പറയുന്നു. ഇസ്ലാം മതവും സമാനമായ ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത്. ഈ ലോകത്തിൽ വന്നു പിറക്കും മുൻപ് തന്നെ നമ്മുടെ ആത്മാവ് ഉണ്ടായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂചനയുണ്ട്. നമ്മൾ എങ്ങനെയോ ഉണ്ടായി വന്നതല്ല. എല്ലാം അള്ളാഹുവിന്റെ കൃത്യമായ പദ്ധതിയുടെ ഭാഗമാണ്. പിതാവിനുള്ളിൽ ബീജമായി രൂപപ്പെടും മുൻപ് അള്ളാഹു എല്ലാ ആത്മാക്കളെയും വിളിച്ചു ചേർത്ത് സാക്ഷ്യം ചെയ്യിക്കുന്നതായി ഖുർആൻ പറയുന്നുണ്ട്. ആത്മാവ് ശുദ്ധമാണ്, പാപമില്ലാത്തതാണ്. പക്ഷേ ജനനശേഷം മനുഷ്യൻ ആത്മാവിനെ മറക്കുന്നു. മാതാവിന്റെ ഗർഭത്തിൽ 4-ാം മാസം പൂർത്തിയാകുമ്പോഴാണ് ആ ശരീരത്തിലേക്ക് ആത്മാവ് എത്തുന്നതെന്ന് ഇസ്ലാം ഹദീയത്തുകൾ സൂചിപ്പിക്കുന്നു. ജനനത്തിനു മുൻപ് നമ്മൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് കൂടുതൽ കൃത്യതയോടെ മറുപടി പറയുന്നത് ബുദ്ധമതമാണ്.
ആത്മാവ് നിത്യമായ ഒന്നല്ലെന്നും ശരീരത്തിൽ നിന്ന് ശരീരത്തിലേക്ക് മാറുന്ന മാറ്റമില്ലാത്ത ആത്മാവ് എന്നൊന്ന് ഇല്ലെന്നും ബുദ്ധമതം പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് സംശയം തോന്നാം. പൂർവജന്മങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ ബുദ്ധൻ ജാതക കഥകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. തന്റെ നിരവധിയായ പൂർവജന്മങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ വൈരുദ്ധ്യം എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്ക് നീങ്ങുന്നത് മാറ്റമില്ലാത്ത ആത്മാവല്ല, അതൊരു ചൈതന്യമാണ്. ഒരു തിരിയിൽ നിന്ന് മറ്റൊരു തിരി തെളിക്കപ്പെടുന്നു. പുതിയത് മറ്റൊരു തിരിയാണ്, പക്ഷേ ആദ്യത്തേതിൽ നിന്ന് വേറിട്ടതുമല്ല. നീ വീണ്ടും വീണ്ടും ജനിക്കുന്ന ഒരു സ്ഥിര വ്യക്തിയല്ല. നീ ഒരു തുടർച്ചയാണ്, ഒരു ഒഴുക്ക്, ഒരു ചൈതന്യ പ്രവാഹം. മതങ്ങളുടെ കാഴ്ചപ്പാടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി സത്യാന്വേഷികളായ മനുഷ്യർ എന്താണ് കണ്ടെത്തിയത് എന്ന് നോക്കാം. നെടിയ കിനാവിതു നിദ്ര പോലെ നിത്യം കെടുമിതുപോലെ കിനാവുമിപ്രകാരം കെടുമതി കാണുകയില്ല കേവലത്തിൽ പെടുവതിനാലനിശം ഭ്രമിച്ചിടുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിലെ വരികളാണിത്. ഒരു നീണ്ട കിനാവാണ് നമ്മുടെ ജീവിതം. എല്ലാ ദിവസവും രാത്രി നാം കാണുന്ന സ്വപ്നം നേരം പുലരുമ്പോൾ ഇല്ലാതാകുന്നതുപോലെ ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് ഗുരു പറയുന്നു. പല ജന്മങ്ങളിലൂടെ കടന്നുപോകുന്നത് എന്താണോ അതല്ല നാം, മറിച്ച് പല ജന്മങ്ങളിലൂടെ കടന്നുപോകുന്നതിനെ നോക്കി നിൽക്കുന്ന സാക്ഷിയാണ് നാം എന്ന് ഗുരു പറയുന്നു. ജനിക്കുന്നതിനു മുമ്പ് തന്നെ നമ്മുടെ ആത്മാവ് ഉണ്ടായിരുന്നു എന്നാണ് ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ വിശ്വസിച്ചിരുന്നത്. അത് ഒരു ഉയർന്ന ലോകത്ത് വസിച്ചിരുന്നു. അവിടെ പരിപൂർണ സത്യവും സൗന്ദര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ജനനത്തോടെ നീ അതെല്ലാം മറന്നു. നിന്റെ ആത്മാവ് ഒരിക്കൽ അറിഞ്ഞിരുന്നത് ഓർമ്മിക്കുന്നതാണ് സത്യാന്വേഷണം എന്നാണ് പ്ലേറ്റോ പറഞ്ഞത്. ജനനത്തിനു മുൻപ് നാം എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ശാസ്ത്രം എന്തു മറുപടി പറയുന്നു എന്നുകൂടി നോക്കിയിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. പൂർവജന്മ സങ്കല്പത്തെ ശാസ്ത്രം തള്ളിക്കളയുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ടത് ഇല്ലല്ലോ. ആത്മാവ് എന്ന സങ്കല്പത്തിലും ശാസ്ത്രം വിശ്വസിക്കുന്നില്ല. നിന്റെ ജനനത്തിനു മുമ്പ് നീ ഇല്ലായിരുന്നു. ഒരു ജൈവ പ്രക്രിയയുടെ ഭാഗമായി ഉണ്ടായിവന്ന ഒന്നാണ് നീ. ഇതാണ് സയൻസിന്റെ വാദം. പക്ഷേ പൂർവജന്മസങ്കല്പം മറ്റൊരു രൂപത്തിൽ സയൻസിലുമുണ്ട്. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഊർജവും പദാർത്ഥവും മറ്റൊരു രൂപത്തിൽ നമുക്ക് മുൻപു തന്നെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നു. കാറൽ സാഗനെയും സ്റ്റീഫൻ ഹോക്കിങ്ങിനെയും പോലുള്ള ശാസ്ത്രജ്ഞർ ഇക്കാര്യം പഠിച്ചിട്ടുള്ളവരാണ്. ആകാശഗംഗകളിലെ നക്ഷത്രങ്ങളിൽ നിന്ന് കോടാനുകോടി വർഷം മുൻപ് ഉദ്ഭവിച്ച പരമാണുക്കളുടെ തുടർച്ചയാണ് നാം എന്ന് പറയാം. ജനനത്തിനു മുമ്പ് ആത്മാവ് ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രം പറയില്ല. പക്ഷേ നാം ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായിരുന്നു. നക്ഷത്രക്കൂട്ടങ്ങളിൽ നിന്ന് ഉദ്ഭവിച്ച് പൊടിപടലങ്ങളായി, ഊർജമായി, പദാർത്ഥങ്ങളായി. ശാസ്ത്രം പറയുന്ന പൂർവജന്മ രഹസ്യമാണിത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമന്റായി രേഖപ്പെടുത്തുക. ജനനം തുടക്കമല്ല, മറവിയാണ്. മരണം അവസാനമല്ല, ഓർമ്മിക്കലാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഈ ജീവിതം ഒരു നീണ്ട സ്വപ്നമാണെങ്കിലോ? അപ്പോൾ ആ സ്വപ്നത്തിനു മുമ്പ് നീ എവിടെയായിരുന്നു? മറ്റൊരു സ്വപ്നത്തിലോ? അതോ ഈശ്വരന്റെ ചൈതന്യത്തിലോ? നിങ്ങളുടെ ജനനത്തിനു മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ് തോന്നുന്നത് എന്ന് കമന്റായി എഴുതൂ. കമന്റുകളിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പഠിച്ച ശേഷം ഈ വിഷയത്തിൽ അല്പം കൂടി വിശദമായ മറ്റൊരു വീഡിയോ ഇടാം. മരണത്തിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ആ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്നവർക്കും എല്ലാ മതങ്ങളും ഒരേ ഈശ്വരനിലേക്കുള്ള പല വഴികളാണ് എന്ന് വിശ്വസിക്കുന്നവർക്കും വേണ്ടിയാണ് ഈ ചാനൽ. അവതാര പുരുഷന്മാരുടെയും മഹാഗുരുക്കന്മാരുടെയും ഉപദേശങ്ങളും കഥകളുമാണ് ഈ ചാനലിലൂടെ പറയുക. എല്ലാ വീഡിയോകളും കൃത്യമായി ലഭിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.